സത്യം പറഞ്ഞാൽ ഭയങ്കര ഫാനാണ് കേട്ടോ. ആ ഒരു മൂവി കണ്ടപ്പോഴത്തേക്ക് ഞാൻ തിയേറ്ററിൽ കണ്ടു. ഞാനൊരു 3 ഡേയ്സ് മുമ്പാണ് ആ മൂവി കണ്ടത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഫാനായി. കാരണം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ കുപ്പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആനന്ദത്തില് നമ്മൾ ആ സ്കൂൾ ടൈമിലൊക്കെ കണ്ട് അതിൽ ഫാനായിട്ട് പെട്ടെന്ന് ഞാൻ കൊച്ചാ, ഞാൻ 21 ആണ് ഇപ്പോ. അല്ല, അപ്പോൾ ആ ടൈമിൽ ഭയങ്കര എനിക്ക് ഇഷ്ടമായിരുന്നു ആ മൂവി. അപ്പോൾ അതിൽ കണ്ട് ഫാനായിട്ട് പെട്ടെന്ന് ഈ ഒരു ചേഞ്ച് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. കണ്ടപ്പോഴത്തേക്കും നമുക്കങ്ങ് അടിക്കാണ്ട് തല്ലാൻ തോന്നുന്നു, അങ്ങനെ നമുക്ക് തോന്നും. അപ്പൊ അതിന്റെ അർത്ഥം ജീവിക്കുമായിരുന്നു ആ ക്യാരക്ടറിൽ. അപ്പൊ അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയും ഞാൻ കോമഡി ആയിട്ടുള്ള ക്യാരക്ടർ കണ്ട് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും റിയലി അമേസിങ്. ഓക്കെ, അപ്പം ഹൗ യു ഫീൽ ടുഡേ? ഇപ്പം റെസ്പോൺസ് ഒക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് ഓവർവെൽംഡ് ആണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മൾ. പെട്ടെന്ന് ഈ ഒരു റെസ്പോൺസ് കിട്ടിയപ്പോൾ നമുക്കത് ഇത് ശരിക്കും സംഭവിക്കുന്നതാണോ അതോ യുനോ ഇസ് ദിസ് എ ഡ്രീം എന്നുള്ള ഒരു സോണിലായിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മുടെ ടീമിലുള്ള എല്ലാവരും. ഡയറക്ടർ നമ്മളോട് പറയുന്നു ഒരിക്കലും ഈ ലെവൽ ഓഫ് ഒരു ഹൈപ്പിലോട്ട് പടം പോകുന്ന ഒരിക്കലും വിചാരിച്ചില്ല എന്ന്. ബട്ട് ടച്ച് വുഡ്, താങ്ക്സ് ടു ഗോഡ്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര വെരി ടയേർഡ് പക്ഷെ വെരി വെരി ഹാപ്പി. ടയേർഡ് ആണെങ്കിലും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഈ റോള് വന്നപ്പോൾ എന്തായിരുന്നു മൈൻഡിൽ? എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ നാളുകളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു നേരത്തെ അശ്വതി പറഞ്ഞ പോലെ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, കുപ്പി എന്നുള്ള ഒരു ഇമേജ് പതുക്കെ ഒന്ന് മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടായിരുന്നല്ലോ ഒരു പടം ചെയ്തു. എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. അതിലൊരു നരഭോജിയൊക്കെ ആയിട്ടായിരുന്നു അഭിനയിച്ചത്. പക്ഷേ ആ പടം വാസ് എ വെരി 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 സ്മോൾ ഫിലിം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിലീസായിരുന്നു. എന്നിട്ട് അതിന് ശേഷമാണ് ഫുട്ടേജ് എന്നുള്ള ഫിലിം ചെയ്യുന്നത്. അപ്പോൾ ഫുട്ടേജിൽ മാർട്ടിൻ സാറിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ പുള്ളി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതിലേക്ക് വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്ട്രോക്ക് ഓഫ് ലക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഇത്രയും നാളായിട്ട് ആഗ്രഹിക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ പെട്ടെന്ന് കയ്യിലോട്ട് വന്നപ്പോൾ ഇതിൽ നമ്മൾ പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു തോട്ടിൽ മാത്രമായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ ഇതിന് ഒത്തിരി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് ഒക്കെ കിട്ടിയപ്പോൾ? പ്രാക്ടീസ് മോസ്റ്റ്ലി ഇതിലുള്ള ആക്ഷൻ സീക്വൻസസിന് വേണ്ടിയായിരുന്നു. പടം കണ്ടവർക്ക് അറിയാം ആക്ഷൻ സീക്വൻസ് കുറച്ച് അതെ. അപ്പോൾ ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ ഒരു ഇറ്റ്സ് കമേഴ്ഷ്യൽ ഫിലിം യെസ്, പക്ഷെ എന്നാൽ ആ ഒരു എന്താ പറയുക ഒരു സ്റ്റൈലൈസ്ഡ് റിയലിസ്റ്റിക് ആക്ഷൻ സീക്വൻസസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ അതിന് നമ്മൾ റിഹേഴ്സൽസ് കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റി വെച്ചായിരുന്നു റിഹേഴ്സൽസിന് വേണ്ടി. ബട്ട് ഐ തിങ്ക് ദാറ്റ് വാസ് വെരി നൈസ്. കാരണം ആ സമയത്താണ് നമ്മൾ ഈ ഗ്യാങ് എല്ലാവരും ഒരുമിക്കുന്നത്. അവർ ഓബ്വിയസ്ലി നേരത്തെ പരിചയം ഉണ്ടായിരുന്നു അവർക്ക്. കാരണം അവർ ഓഡിഷൻസ് വഴിയായിരുന്നു അതിൽ വന്ന പുതിയ ആക്ടേഴ്സ് വന്നു. ഈവൻ ചെയ്ത് പരിചയമുള്ള വിഷ്ണു ആണെങ്കിൽ പോലും ഒരു വർക്ക്ഷോപ്പ് ഈ ആ ഒരു പ്രോസസ്സിലൂടെ അവർ ഓൾറെഡി കയറിപ്പോയായിരുന്നു. ഞാൻ സിനിമയിലേക്ക് വരുന്നത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ആ പോയിന്റിൽ പെട്ടെന്ന് ഇവരുടെ ഒരു സെറ്റായിട്ടുള്ള ഗാങ്ങിലേക്ക് നമ്മൾ വന്നാൽ അത് വർക്ക്ഔട്ട് ആവുമെന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ലക്ലി ആ ഒരു ഫൈറ്റ് കൊറിയോഗ്രഫി ട്രെയിനിങ് ഫേസ് പെട്ടെന്നൊരു എന്താ പറയുക പെട്ടെന്നൊരു ടീമാക്കി സ്പോർട്സ് കളിക്കുന്ന പോലെ. അപ്പോൾ ഇതിലിപ്പോൾ നോർമലി നമ്മൾ വില്ലന്മാരുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം വെച്ചാൽ ഇതിലൊരു ഡ്രഗിങ്ങിൻ്റെ സംഭവമാണ് ഇതിലുള്ളത്. നമ്മൾ പല മൂവിയിൽ വില്ലന്മാർ കണ്ടിട്ടുണ്ടെങ്കിൽ അടിക്കും മേടിക്കും വേണമെങ്കിൽ വെള്ളം അടിക്കും. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഡ്രഗിങ് അഡിക്റ്റ് ആയിട്ടുള്ളൊരു വില്ലൻ. അപ്പം ഈ ഡ്രഗിങ്ങിൻ്റെ സംഭവം വന്നപ്പം അത് ഒത്തിരി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ആ ഒരു ക്യാരക്ടറിലോട്ട് നോർമൽ പേഴ്സൺ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ഒരു പേഴ്സൺ ആണ്. അപ്പം അത് എങ്ങനെയായിരുന്നു? അത് കുറേ റെഫറൻസസ് കുറേ എടുക്കേണ്ടി വന്നു. യൂട്യൂബിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ റിക്കവറിങ് ഡ്രഗ് ആഡിക്ട്സ് അല്ലെങ്കിൽ ഡ്രഗ് ആഡിക്ട്സിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പെസിഫിക്കലി നമുക്കെല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ ഡ്രഗ് യൂസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ഇമേജ് ഉണ്ടല്ലോ. പക്ഷെ അത് അല്ല, അത് മാത്രമല്ല ഈവൻ ഇൻ ടേംസ് ഓഫ് ഈ ബിഹേവിയർ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കോക്ക് അടിച്ചിട്ട് വരുവാണെങ്കിൽ ഞാൻ ബിഹേവ് ചെയ്യുന്ന രീതി will be different as compared cocaine അറിയില്ലല്ലേ? അതാണ് പ്രശ്നം. എല്ലാവരും മനസ്സിൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് മാത്രമാണ് അല്ലേ? ഒന്നും അറിയാത്ത ശിശു. ഞാൻ സ്മോക്ക് പോലും ചെയ്തിട്ടില്ല. But that's what was ആ ഒരു സ്റ്റീരിയോടൈപ്പ് ബ്രേക്ക് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഈ പറഞ്ഞ ഇപ്പോൾ കഞ്ചാവ് വലിക്കുന്ന ഒരാളാണ് എങ്കിൽ ക്രിസ്റ്റിയുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനുഷ്യനായിരിക്കില്ല. അപ്പോൾ ഇയാൾ എന്ത് ടൈപ്പ് ഡ്രഗ് യൂസറാണ്, എത്ര നാളത്തെ യൂസർ ഉണ്ട്, എങ്ങനത്തെ യൂസറാണെന്നൊക്കെ പഠിച്ച് അതിനനുസരിച്ചുള്ള ഒരു റീസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. ഇനി വലിച്ചു കയറ്റുന്നൊക്കെ ഇവിടെയൊക്കെ സ്റ്റക്കായിരിക്കും. ഇവിടെയൊക്കെ അതിൻ്റെ അടിയിലുള്ള ഇവിടുത്തെ തൊലിയൊക്കെ പോകും, ചിലപ്പോൾ മൂക്കിലെ തൊലിയൊക്കെ പോകും, ശബ്ദം ഭയങ്കരമായിട്ട് മാറും.
ശബ്ദത്തിൻ്റെ ടെക്സ്ചർ ഭയങ്കരമായിട്ട് മാറും ഈ സാധനം കയറ്റി കയറ്റി കയറ്റി. പേടിയൊന്നും പിന്നെ വേറെ ബോഡി ലാംഗ്വേജിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റി. ഞാൻ പക്ഷെ കുറെ ഗ്ലൂക്കോസ് വലിച്ചു കയറ്റേണ്ടി ഒന്ന് പടത്തിൽ. ഗ്ലൂക്കോസ് ആണോ അത്? അയ്യോ അത് വൻ കോമഡിയാണ്. വലിച്ചു കയറ്റി ഒരു 2 ദിവസത്തേക്ക് ആന്നേ. പിന്നെ ഒരു 2 ദിവസത്തേക്ക് ഇങ്ങനെ ഖബ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ ഈ മധുരവും ഒരു പ്രത്യേകമായിട്ടൊരു ഫീലിംഗ് ആണ്. അപ്പം ഇതൊരു മെസ്സേജ് ആണ് ആൾക്കാർ. തീർച്ചയായിട്ടും ഒബ്വിയസ്ലി എല്ലാവരും പോയി കാണണം. അങ്ങനെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് നിങ്ങൾ എല്ലാവരും ഇത് കാണണം ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്. അപ്പം എനിക്കനുസരിച്ചും ഇതുവരെയ്ക്ക് ഇതുപോലത്തെ ഒരു മൂവി ഇറങ്ങിയിട്ടില്ല. മെസ്സേജ് ആണ്. അപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ കാര്യമൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു ഒത്തിരി ഇതാണ്. അപ്പം ഈ ഒരു ക്യാരക്ടർ നമ്മളിപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ക്യാരക്ടറായിട്ട്, അതായത് ഇപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ആ ഒരു സീരിയസ്നെസ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ കൂടെ നിൽക്കുന്നത് ഈ ഒരു മെന്റൽ സ്റ്റേറ്റ് അല്ല, കുറച്ചും കൂടെ ഫിസിക്കൽ സാധനം ഉണ്ടല്ലോ, ഈ നടക്കുന്ന രീതി അല്ലെങ്കിൽ ആ ബോഡി ലാംഗ്വേജ് അങ്ങനത്തെ മാനറിസംസ്. ഞാൻ ഉദ്ദേശിച്ച വീട്ടിൽ പോയി കഞ്ചാവ് പഠിക്കുന്നില്ല. ഈ സീരിയസ്നെസ് ഭയങ്കര അതില് ഭയങ്കര ദേഷ്യം അതിൽ ചിരിക്കുന്നവര് നമ്മളെ കണ്ടിട്ടില്ല. അതെ അതെ അതെ. അപ്പൊ ആ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നിന്നത്. അതിപ്പോ ഏത് ക്യാരക്ടർ ആണെങ്കിലും ഒരു ഓൾമോസ്റ്റ് 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് അത്. അവൾക്ക് ഭയങ്കര ഇതാണ്. ഞാൻ മറ്റേ ഈ മുടി വെട്ടിയുണ്ട് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഞാൻ ലുക്ക് ടെസ്റ്റിന് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ്. നല്ല മുടി ഉണ്ടായിരുന്നു. പോയി തിരിച്ചു വന്ന സൈഡത്തെ മുടിയെടുത്ത് ഇങ്ങനെ ബണ്ണൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഡോറ് തുറന്ന് നമ്മളെ കണ്ടതും അപ്പം തന്നെ ഡോർ അടച്ച് തിരിച്ച് അകത്തേക്ക് കയറി. അമ്മാതിരി ഷോക്കായിരുന്നു. അവിടെ അതിൽ നിന്നൊന്ന് കാം ഡൗൺ ചെയ്യാൻ കുറച്ച് സമയം പിടിച്ചു. പക്ഷേ ഷീ കീപ് സേയിങ് ദാറ്റ് എനിക്ക് എല്ലാ 3 മാസം കൂടുമ്പോഴും വേറെ ബോയ് ഫ്രണ്ട് ആണ്. അങ്ങനെയല്ല, അതെ 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 അതെ. അപ്പോൾ ഒരു ചെറിയൊരു പ്രോജക്റ്റ് പുള്ളിക്കാരത്തി തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരത്തി ഓരോ ക്യാരക്ടറിനെ ഇങ്ങനെ മറ്റേ പോളറോയിഡിൽ ഫോട്ടോ എടുത്ത് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ആണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടറിന് ഇപ്പൊ വരാൻ പോകുന്ന ഒരു പ്രോജക്റ്റിലെ ഒരു ക്യാരക്ടറാണ്. ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ചെയ്തായിരുന്നു. അതിലത്തെ ക്യാരക്ടർ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലവർ ബോയ്, ചോക്ലേറ്റ് ബോയ് ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതാണ് പുള്ളിക്കാരത്തേക്ക് ഏറ്റവും ഇഷ്ടം. ചോക്ലേറ്റ് ബോയ് ടൈപ്പ് ഒക്കെ വരട്ടെ. വെൽക്കം ചെയ്യാം.